എൻ്റെ പേര് റൈസി പീറ്റർ. ഇതെൻ്റെ മകൻ ജോൺ സ്റ്റീൻസ്, മകൻ്റെ ഭാര്യ ജിസ്ന. ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട രൂപതയിലെ വെള്ളാനി സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ഇടവകയിൽ നിന്നാണ്. ഈ പരിശുദ്ധമായ മണ്ണിൽ നിൽക്കുന്നതിനും അമ്മയുടെ സാന്നിധ്യമുള്ള ഈ അൾത്താരിൽ കയറി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട പരിശുദ്ധ അമ്മ ഈശോയും ഞങ്ങളുടെ ജീവിതത്തിൽ നേടിത്തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019 ഫെബ്രുവരിയിലാണ്. ഞാനൊരു സ്കൂൾ അധ്യാപികയായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. CBSE സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറുടെ ഇൻഫ്ലുവൻസ് മൂലമാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും കാരണമായത്. അങ്ങനെ 2019 ഏതാണ്ട് ഒരു വർഷക്കാലം ഉടമ്പടിയിലായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. കാരണം പ്രാർത്ഥന മാത്രമേ ഉണ്ടായുള്ളൂ, പ്രവൃത്തികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ വിശ്വാസവും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. അങ്ങനെ 2019 ശേഷം കൊറോണ വന്നപ്പോൾ ഏതാണ്ട് ഉടമ്പടി പൂർണ്ണമായിട്ടും നിലച്ചുപോയി. പിന്നീട് എൻ്റെ ജീവിതത്തിൽ മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ടായത്, മകൻ്റെ വിവാഹം നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി ജീവിതം അവസാനിപ്പിച്ചെങ്കിലും സാക്ഷ്യം കേൾക്കുന്നത് നിർത്തിയിരുന്നില്ല. അങ്ങനെ സാക്ഷ്യം കേൾക്കുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 24 മണിക്കൂർ എന്ന് പറഞ്ഞോണം എപ്പൊക്കെ എന്ത് പണി ചെയ്യുമ്പോഴും എന്ത് അടുക്കളയിൽ എവിടെയായിരുന്നാലും സാക്ഷ്യം കേൾക്കുമായിരുന്നു. അങ്ങനെ സാക്ഷ്യം കേട്ട് എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. എനിക്ക് മനസ്സിലായി കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് ധാരാളം അനുഗ്രഹങ്ങൾ ഇവിടെ ഇറങ്ങി നടക്കുന്നുണ്ട്, ധാരാളം അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം 2024 നവംബറിൽ ഞാനൊരു ഉച്ചയ്ക്ക് ഒരു 5 മിനിറ്റ് കിടക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ സ്കൂളിൽ ജോസഫച്ചൻ വന്ന് ഒരു പ്രയർ മീറ്റിങ്ങിന് വരുന്നു. ആ പ്രയർ മീറ്റിങ്ങിന് വരുമ്പോൾ അച്ഛൻ ഹാളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഞാനവിടെ നിന്നു. അച്ഛനെ കാണാൻ, അച്ഛനോട് പറയണം എൻ്റെ നിയോഗം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അച്ഛൻ അങ്ങനെ പ്രയർ ഹാളിലേക്ക് കടക്കുമ്പോൾ എന്നെ ഒന്ന് നോക്കി. ഞാൻ അപ്പം അച്ഛനോട് ഇങ്ങനെ ഒരു എൻ്റെ ഒരു നിയോഗം പറഞ്ഞു. അച്ഛനൊന്നും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ഡേറ്റ് മാതാവ് തന്നു. ജൂൺ 7 എന്നൊരു ഡേറ്റ് തന്നു. അത് ഞാൻ എല്ലാവരോടും, വീട്ടിലും എല്ലാവരോടും പറഞ്ഞു, സ്കൂളിൽ എല്ലാവരോടും പറഞ്ഞു. അതിനുശേഷം ആരെന്നോട് ചോദിക്കുമ്പോൾ മകൻ്റെ വിവാഹത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അവന് 27 വയസ്സിൽ വിവാഹം ആലോചിച്ച് തുടങ്ങി. 30 വയസ്സാകാറായി. ഇനി പെണ്ണ് കിട്ടില്ല എന്ന് അവനും ഉറപ്പിച്ചു, എല്ലാവരും ഉറപ്പിച്ചു. അപ്പോൾ പിന്നെ ഞാൻ എല്ലാവരും എന്നെ ടെൻഷൻ അടിപ്പിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് ടെൻഷനില്ല, മാതാവ് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് ജൂൺ 7, അതിനുശേഷം ഇനി നമുക്ക് ടെൻഷൻ അടിക്കാമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ഒരു പ്രാവശ്യം. അങ്ങനെ ആദ്യത്തെ പുതുക്കലിന് ശേഷം ജൂൺ 7 തീയതിക്ക് മുൻപായി എൻ്റെ മകൻ്റെ കല്യാണം ഉറപ്പിച്ചു. ഓഗസ്റ്റ് 24, 2025 ഓഗസ്റ്റ് 24 വിവാഹം മംഗളകരമായിട്ട് അമ്മ നടത്തിത്തന്നു. അമ്മ നല്ലൊരു മകളെ നൽകി അവനെ അനുഗ്രഹിച്ചു. ലൂക്ക 18:27 അങ്ങനെ അന്വർത്ഥമായി ഞങ്ങളുടെ ജീവിതത്തിലും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് എൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ സംഭവിച്ച അടുത്തൊരു സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തു. 2025 24 ജപമാല റാലിയിൽ പങ്കെടുത്തു. അതും എൻ്റെ ഈ ടീച്ചറുടെ തന്നെ ഒരു ഇൻഫ്ലുവൻസ് മൂലമാണ്, നിർബന്ധം മൂലമാണ് വന്നത്. അങ്ങനെ വന്ന് പങ്കെടുത്തതിന് ശേഷം എനിക്കന്ന് വരുമ്പോൾ കാലിൽ വെരിക്കോസിൻ്റെ ശല്യമുണ്ടായിരുന്നു. കാലുകളിൽ ഞരമ്പ് വന്ന് വീർത്ത് ചൊറിച്ചിലൊക്കെ ആയിരുന്നു. കാലുവേദന ഭയങ്കരമായിരുന്നു. എങ്കിലും ഞാൻ വിചാരിച്ചു നടന്ന് എൻ്റെ കാല് ഒടിഞ്ഞു പോകും, 3 കഷ്ണമാകുമെന്ന് ഞാൻ വിചാരിച്ചു. അത്രമാത്രം വേദനയായിരുന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഈ ജപമാല റാലിക്ക് നടന്നതിന് ശേഷം എനിക്ക് പിന്നീട് ഇന്ന് വരെ ആ ഒരു അസുഖം എന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല. ഞാൻ പരിപൂർണ്ണ സൗഖ്യമുള്ളവളായി. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. പിന്നീട് എൻ്റെ കാലിൽ ആണിരോഗം ഉണ്ടായിരുന്നു. ഒരു 2 വർഷമായിട്ട് പല മരുന്ന് ഉപയോഗിച്ചു, മാറിയില്ല. അതിനുശേഷം മാതാവിൻ്റെ ഉടമ്പടി തല ഉപയോഗിച്ച് അതും മാറ്റിത്തന്നു, മാതാവ് മാറ്റിത്തന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ മുമ്പും കുർബാന മുടക്കാറില്ല. കുമ്പസാരം 15 ദിവസം കൂടുമ്പോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൈബിൾ വായന ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഈശോയുടെ സ്നേഹത്തെ പ്രതിയല്ല, അങ്ങനെ വായിക്കണം ആ ഒരു ഇതിൽ റുട്ടീൻ പോലെ ചെയ്തിരുന്നു. പക്ഷേ ഈ ഉടമ്പടിക്ക് ശേഷമാണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കി ഈശോയുടെ സ്നേഹത്തോടെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ചൊവ്വാഴ്ചകൾ ഉടമ്പടി ധ്യാനവും കൂടാറുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ പിന്നത്തെ ഈ ഉടമ്പടി റാലി മാല റാലിക്ക് ശേഷം കൂടുതൽ ആത്മീയതയിൽ വളർന്നു.
പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ പത്രം എല്ലാ വീട്ടിലും കൊണ്ടുപോയി വീടുകൾ കയറി ഇറങ്ങി കൊടുക്കുമായിരുന്നു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ ഇരിക്കുന്നവർക്ക് കൊടുക്കുമായിരുന്നു. അതിൽ ഇരുമ്പടി തൈലം പുരട്ടി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഈ ഉടമ്പടി പത്രം കൊടുത്തിരുന്നത്. ഉടമ്പടി പത്രം കൊടുക്കാനായിട്ട് ആദ്യം എനിക്ക് ഭയങ്കര മടിയായിരുന്നു, ഭയങ്കര നാണക്കേടായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ധ്യാനത്തിൽ സ്റ്റാറ്റസ് ലോ ചെയ്യാണ്ട് സ്റ്റാറ്റസ് ഡൗൺ ചെയ്യില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എനിക്ക് മനസ്സിലായി. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്കത് സാധിച്ചു. ഇപ്പോൾ അധികം മടിയൊന്നുമില്ലാതെ, ഇനിയും അതിൽ വളരേണ്ടതുണ്ട് എങ്കിലും അധികം മടിയില്ലാതെ എനിക്ക് വീടുകൾ കയറി ഇറങ്ങി പത്രം കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു അഭയഭവനുണ്ട്, കിടപ്പ് രോഗികളുടെ. ആഴ്ചയിലൊരു ദിവസം അവിടെ പോയി അവരെ സഹായിക്കും. അവരെ കുളിപ്പിക്കാനും വസ്ത്രം കഴുകാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ സഹായിക്കും. അതുപോലെ സാമ്പത്തികമായിട്ട് സഹായിക്കും. അനാഥാലയങ്ങളിലും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കൊക്കെ പൈസ കൊടുത്ത് എന്നെക്കൊണ്ടാകുന്ന പൈസകൾ കൊടുത്ത് ഞാൻ സഹായിക്കും. ഇതെല്ലാം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഇനിയുള്ള എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഈ മകനും ഇപ്പോൾ ഉടമ്പടിയിലാണ്. എൻ്റെ പ്രാർത്ഥന പ്രഭാഷകൻ 36:5-6 വചനങ്ങളാണ്. കർത്താവെ, ഞങ്ങളങ്ങേ അറിഞ്ഞതുപോലെ ഇവരും അങ്ങേ അറിയാൻ ഇടയാക്കണമേ. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. കർത്താവെ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഇനിയുള്ള കാലവും ഉടമ്പടി ജീവിതം നയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് മാതാവ് ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. നന്ദി. ഞാൻ എൻ്റെ മകന് 2 വാക്ക് സംസാരിക്കാൻ കൊടുക്കും. എൻ്റെ പേര് ജോൺ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തീരെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനുള്ള ഫലമായി എനിക്ക് ഒട്ടും വിചാരിക്കാതെ കറക്റ്റ് ഞാൻ മനസ്സിൽ വിചാരിച്ച പോലൊരു വധുവിനെയാണ് എനിക്ക് കിട്ടിയത്. അതനുസരിച്ച് ഇപ്പോൾ എനിക്ക് നല്ലൊരു വിശ്വാസം വന്നു. ഇപ്പോൾ ഞാനും ഈ 1 മാസം മുന്നേ ഞാനും ഉടമ്പടി എടുത്തിട്ടുണ്ട്. എല്ലാം ചെയ്തു തന്ന മാതാവിന് നന്ദി പറയുന്നു. ഇന്നത്തെ കാലത്ത് വളരെയധികം അമ്മമാർ മക്കളുടെ വിവാഹം കഴിയാതെ വിഷമിക്കുന്നുണ്ട്. എന്ത് ക്വാളിറ്റീസ് മക്കൾക്ക് ഇല്ലെങ്കിലും അവർക്ക് വിശ്വാസം ഇല്ലെങ്കിലും മാതാവിനോട് അമ്മമാർ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് സാധ്യമാകുമെന്നൊരു സജഷനും കൂടിയും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ തരികയാണ്. നന്ദി. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. റെയ്സി എന്ന അമ്മ തൻ്റെ മകനോടും മകൻ്റെ വൈഫിനോടും ചേർന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിത ഭാരം, ജീവിത സങ്കടങ്ങളെ ലഘൂകരിച്ചതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. അമ്മയ്ക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ഈശോയുടെ ഒരു തിരഞ്ഞെടുപ്പാണിത്. നാം ഓരോരുത്തരും ഇവിടെ വരുന്നതും പ്രാർത്ഥിക്കുന്നതും. പരിശുദ്ധ അമ്മ നമ്മെക്കുറിച്ച് അതിയായി ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. എല്ലാവരും നിത്യതയിലേക്ക് ഈശോയോടൊപ്പം ആയിരിക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മെക്കുറിച്ച് സ്വപ്നം കാണുന്നത്. അങ്ങനെ ജോസഫ് അച്ഛൻ്റെ ഒരു സ്വപ്ന ദർശനത്തിലൂടെയാണ് അമ്മയ്ക്ക് കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ഉടമ്പടി ജീവിതം തനിക്ക് യോജ്യമാണ്, അത് ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള ബോധ്യം ഈ ടീച്ചറിനെ റൈസിക്ക് വന്നത്. മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു അസാധ്യമായി എന്ന് തോന്നിയപ്പോൾ കുടുംബത്തോടൊപ്പം ഇതിനി സാധ്യമല്ല എന്ന് ഒരു ചിന്തിച്ച് ഉറച്ച സങ്കടത്തിൽ ജീവിക്കുമ്പോഴാണ് ഒരു ഉടമ്പടി ഒരു സാധ്യതയായി കടന്നു വന്നത്. അവരാഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജീവിത പങ്കാളിയെ മകന് ലഭിക്കുകയും മകൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പരിശുദ്ധ അമ്മയോടും ഈശോയോടുമുള്ള സ്നേഹം വ്യക്തമാക്കുകയും ചെയ്ത് അവരിന്ന് ഉടമ്പടിയിലാണ്. അതുപോലെ തന്നെ അവർക്ക് റൈസിക്ക് വേരിക്കോസ് വെയിൻ വളരെ ശക്തമായ പെയിനായിരുന്നു. അതിൽ നിന്നും ജപമാല റാലിയിലൂടെ വളരെയധികം നിൽക്കുമ്പോഴും നടക്കുമ്പോഴാണ് വേരിക്കോസ് വെയിൻ വളരെ ശക്തമായി പെയിൻ ഉണ്ടാകുന്നത്. പക്ഷേ അമ്മയ്ക്ക് സൗഖ്യം നൽകിയത് ആ ജപമാല റാലിയിൽ അത്രയും സമയം 14 കിലോമീറ്ററോളം നടന്ന് പരിശുദ്ധ അമ്മയുടെ ജപമാല അർപ്പിച്ചപ്പോഴാണ് അമ്മയ്ക്ക് സൗഖ്യമുണ്ടായെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ആണിരോഗവും അതുപോലെ നേർച്ച വസ്തുക്കളുടെ ശക്തമായ ഉപയോഗത്തിലൂടെ അവർക്ക് സൗഖ്യമുണ്ടായി. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിൻ്റെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിൻ്റെ ഹൃദയം. നിൻ്റെ നിക്ഷേപം ആരാണ്, എന്താണെന്ന്
ഈ ഉടമ്പടിയിലൂടെ നാം പഠിക്കുകയാണ്, അറിയുകയാണ് ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ. പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും കാരുണ്യ പ്രവൃത്തികളിലൂടെയും എപ്പോഴും ഈശോയുടെ വിശപ്പും ദാഹവും നമുക്ക് മനസ്സിലാക്കുവാനും ഒരു കാതം മുന്നോട്ട് നടക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അസാധ്യതകളെ സാധ്യതകളാക്കുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയ്ക്കും ഈശോയുടെ അനുഗ്രഹത്തിനും നല്ല ഒരു കയ്യടി നൽകി റൈസിയുടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.